യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ. ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പാടിയ മനോഹരമായൊരു ഗാനം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിനാധാരമായൊരു വചനമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. യെശയ്യാ 40:31. ഇങ്ങനെയാണ് വചനം: ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. ആ വചനം ഒന്നും കൂടി ഒന്ന് കേട്ടു നോക്കിക്കേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. ഇപ്പോൾ ഈ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ശബ്ദപരിധിയിൽ നിൽക്കുന്ന എല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. നമ്മളെക്കുറിച്ച് പറയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ചോർത്ത് നോക്കിയേ, വീണ്ടും എന്ന മലയാള വാക്ക് എന്തിനായിരിക്കും അതിനകത്ത് എഴുതിയത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കുമെന്ന് പോരെ? ആ സെൻറ്റൻസിന് ഒരു കുഴപ്പമില്ലായിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും. എന്തിന് വീണ്ടും എന്ന് എഴുതിയിട്ടുണ്ട്? അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും ചിലപ്പോൾ ചില പരാജയങ്ങൾ വന്നെന്നിരിക്കാം, ചില സങ്കടങ്ങൾ വന്നെന്നിരിക്കാം, ചില പരാജയങ്ങളും സങ്കടങ്ങളും തകർച്ചകളും രോഗങ്ങളും വന്നെന്നിരിക്കാം. എന്നൊരു വചനം പറയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണോ വീണ്ടും ശക്തി പ്രാപിക്കും. എത്രയും ശക്തി പ്രാപിക്കും? എഴുതിയിരിക്കുകയാണ്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. പറഞ്ഞു ഹല്ലേലൂയ. അവസാനത്തെ ആദ്യത്തെ വാക്കുകൾ നോക്കിക്കേ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഉയരും എന്നാ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. സങ്കടത്തിലിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെ കേട്ടോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഇന്നു വിഷമത്തിലാണേലും ഉയരും. അതാണ് ഇപ്പൊ പാടിയത്, എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഗാനം നമ്മൾ നന്നായിട്ട് പാടുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു അനുഭവം പറയാനുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി ഇതുപോലെ അനുഗ്രഹമുള്ള ആളുകളുടെ മുമ്പിൽ, എന്നേക്കാൾ പ്രാർത്ഥനയും അനുഭവവും അഭിഷേകവുമുള്ള ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ ഇവിടെ എത്തിച്ച ഒരു വലിയൊരു ദൈവകരമുണ്ട്. എന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു ദൈവകരമുണ്ട്. ഈ ദൈവവചനം എടുത്ത് ഇതുപോലെയുള്ള ഒരു നല്ല ഒരു സ്ഥലത്ത് പറയുവാൻ മാത്രമുള്ള ഒരു യോഗ്യത എനിക്കില്ലെന്ന് പറയാൻ വേണ്ടി പറയുമല്ല, സത്യത്തിലില്ല. കാരണം ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു ബൈബിൾ പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ബൈബിൾ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വേദപാഠം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ വികാരി അച്ഛന് നിർബന്ധമായിരുന്നു ബൈബിൾ സൺഡേ സ്കൂളിൽ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു ബൈബിൾ മേടിക്കാനുള്ള പണം ഇല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ സൺഡേ സ്കൂളിൻ്റെ വേദപാഠ സമയത്ത് ബൈബിൾ ഉയർത്തി കാണിക്കണം. അപ്പോൾ അച്ഛൻ നടുക്കൂടെ, ദേവാലയത്തെ നടുക്കൂടെ വന്ന് കയ്യിലൊരു ചൂരലും കാണും. എല്ലാ വരികളും എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികളെ ബൈബിൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ബൈബിൾ കുർബാന പുസ്തകം നിർബന്ധമായിരുന്നു. കുർബാന പുസ്തകം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സമ്പൂർണ്ണ ബൈബിളല്ല, സുവിശേഷവും ലേഖനം, പുതിയ നിയമം മാത്രമുള്ള ബൈബിൾ സുവിശേഷം കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, ബൈബിൾ ഇല്ലാണ്ട് എങ്ങനെ പള്ളി പോകും, അച്ഛൻ വഴക്ക് പറയും, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ബൈബിൾ മേടിക്കാൻ പൈസ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ പഴയ കുറേ കടലാസുകൾ പെറുക്കി ബൈബിളിൻ്റെ രൂപത്തിലാക്കി അത് കത്രിക കൊണ്ട് മുറിച്ചു. അതിനകത്ത് പഴയ മാഗസിൻ്റെ പേപ്പറിൻ്റെ എല്ലാ കഷ്ണങ്ങളും കൂട്ടി ഏകദേശം പുറമേ നിന്ന് നോക്കിയാൽ ബൈബിൾ പോലെയുള്ളൊരു പുസ്തകമാക്കി അത് നല്ലൊരു കട്ടിയുള്ളൊരു ബൈൻഡ് പൊതിഞ്ഞ് അതാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ബൈബിളിലെ ഒരു വാക്കുപോലും ഇല്ലാത്ത കുറേ പേപ്പറിൻ്റെ കഷ്ണങ്ങളും മാഗസിൻ്റെ കടലാസുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം വികാരിച്ചൻ പറഞ്ഞ് ബൈബിൾ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം എന്നെ ആരും പിടിച്ചിട്ടില്ല, ഇത് ചെക്ക് ചെയ്തിട്ടില്ല.
ഒരു പ്രാവശ്യം അച്ഛന് സംശയം തോന്നി, ഇത് കയ്യിൽ നിന്നങ്ങ് മേടിച്ചപ്പോൾ എൻ്റെ ചങ്ക് നന്നായിട്ടൊന്ന് വിറച്ചു. അച്ഛൻ ഇത് മറച്ചു നോക്കിയില്ല, കയ്യിൽ പിടിച്ച് എല്ലാ വരികളും ശ്രദ്ധിച്ച് എല്ലാവരുടെയും ബൈബിളുണ്ടോ നോക്കി അവിടെ അൾത്താരയുടെ മുമ്പിലെത്തിയപ്പോൾ ചുമ്മാതെ അതൊന്ന് മറിച്ച് നോക്കിയപ്പോൾ കുറേ പേപ്പർ കഷ്ണങ്ങൾ താഴെ പോയി. അതിനകത്ത് ബൈബിളിലെ ഒരു കടലാസ് പോലും ഇല്ല, ഒരു കടലാസ് പോലും ഇല്ല. അപ്പോൾ എന്നെ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 2 അടി എൻ്റെ മുട്ടിന് താഴെ അടിച്ചു. പിന്നീട് ഇതിൻ്റെ കാര്യം എന്നാണെന്നറിയാൻ വേണ്ടി എൻ്റെ വീട്ടിൽ പോലും പറയാതെ വികാരി അച്ഛൻ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വരുന്നു. ആ അച്ഛൻ്റെ ദേവാലയത്തിൽ, അച്ഛനിപ്പോൾ ആലക്കോട് ഫൊറോന പള്ളി വികാരി അച്ഛനാണ്. ഈ മാർച്ച് മാസത്തിൽ അച്ഛൻ്റെ ഇടവകയിൽ ധ്യാനമുണ്ട്. പുതിയ വലിയൊരു ദേവാലയം, 1008 കുടുംബങ്ങളുള്ളൊരു ദേവാലയമാണ് തലശ്ശേരി അതിരൂപതയിൽ. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ്, ഈ 10ാം ക്ലാസ് വരെ ബൈബിൾ വായിക്കാത്ത ഞാനാണ് ഇന്ന് ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതാണ് എന്നെ സംബന്ധിച്ച് ഒന്നാമത്തെ സാക്ഷ്യം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരാളും എൻ്റെ പരിചയത്തിലില്ല, ഒരാളും അങ്ങനെ ആരും വൈദികനായിട്ടും എൻ്റെ പരിചയത്തിലില്ല, ആരും ധ്യാനിപ്പിക്കുന്ന ആളുമായിട്ട് എൻ്റെ പരിചയത്തിലില്ല. എല്ലാവരും വളർന്നു വന്ന സാഹചര്യം നല്ല പ്രാർത്ഥനയിലും ചിട്ടയിലും എല്ലാമാണ്. നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ വന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ ഒരു സാക്ഷ്യം പറയുമ്പോൾ അത് അനേക ആളുകളിൽ ദൈവത്തോട് അടുക്കാൻ കാരണമാകും. എന്നെ ദൈവം സ്നേഹിച്ചെങ്കിൽ എൻ്റെ വിശ്വാസമാണ് നിങ്ങളെ അതിനേക്കാൾ കൂടുതൽ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്, എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യമാണ്, ഞാൻ വൈദികനായിട്ട് 7 വർഷമായി, 7 വർഷം കഴിഞ്ഞു. 7 വർഷമാകുന്നതിന് വൈദികനാകുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു അച്ഛൻ്റെ കൂടെ ആയിരുന്നു. താമസവും ഭക്ഷണവും, ഇടയ്ക്ക് പ്രസംഗം പറയാനൊരു അവസരമൊക്കെ തരും. അങ്ങനെ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ബൈക്കേ കയറ്, നമുക്ക് ഒരു വീട് വരെ പോകണം, അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്, അവിടെ ഒരു രോഗിയുണ്ട്, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വെറുതെ പോരെ, ഒരു കമ്പനിക്ക് പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാനും അതേ അച്ഛൻ്റെ ബൈക്കിൽ കയറി. ആ വീടെത്തുന്നത് വരെ അച്ഛൻ ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കും. അപ്പം ഞാൻ ഈ പുറകിലിരുന്ന് ബൈക്ക് പോകുന്ന സ്പീഡിൽ പലതും കേൾക്കത്തില്ല, എന്നാലും കേൾക്കുന്ന കാര്യത്തിന് ചെവി കോർപ്പിച്ച് അതിന് മാത്രം ഉത്തരം പറയും. ഞാനായിട്ടൊരു സംസാരവും ഒന്നും എടുത്തു പറയാറില്ല, ഒന്നും പറഞ്ഞില്ല. അവിടെ ചെന്ന് ആ വീട്ടിൽ ചെന്നപ്പം അച്ഛൻ ഒരുപാട് 3/4 മണിക്കൂറോളം ആ വീട്ടിൽ ഇരുന്നിട്ടുണ്ടാകും. എന്നോട് ആ വീട്ടിലുള്ളവർ ചോദിച്ചു പേരെന്നാണെന്ന്. ഞാൻ പേര് പറഞ്ഞു. പിന്നെ അധികമൊന്നും എന്നോട് സംസാരിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല, എനിക്കൊന്നും തോന്നിയില്ല. അവർ തന്ന ചെറിയ ഭക്ഷണങ്ങൾ കഴിച്ചു. തിരിച്ചു പോരാൻ നേരത്ത് എന്നെ കൊണ്ടുപോയി അച്ഛൻ എന്നെ വല്ലാണ്ട് വഴക്ക് പറഞ്ഞു, വല്ലാണ്ട് ദേഷ്യപ്പെട്ടു. എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ദേഷ്യപ്പെട്ടത്. എന്നോട് ഇങ്ങനെ ചോദിച്ചു, നീ ഒരു വൈദികനാകാൻ പോവല്ലേ, നീ എന്നാ ഒരു വീട്ടിൽ ചെന്നാൽ സംസാരിക്കാൻ പോലും നിനക്ക് അറിയത്തില്ലേ എന്നോട് ചോദിച്ചു. നിനക്ക് സംസാരിക്കാനൊന്നും അറിയില്ലേ? എടാ, അച്ഛന്മാരൊക്കെ ആകുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരോട് കാര്യങ്ങൾ സംസാരിക്കണം, അവർക്കോട് പ്രാർത്ഥിക്കണം, മിണ്ടാതിരിക്കരുത്. നീ എന്നാ ഇങ്ങനെ, നിനക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു. നീ ഇങ്ങനെ എന്തിനാ വൈദികനാകുന്നതെന്ന് ചോദിച്ചു. ഇതൊരു സാധാരണ ഒരു വാക്കുപോലെയല്ല എനിക്ക് തോന്നിയത്. നല്ല വേദനയുള്ള ഒരു മൂർച്ചയുള്ള കത്തി ശരീരത്തിറക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇതെല്ലാം നെഗറ്റീവായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തു, ദൈവമേ, ഒരു വീട്ടിൽ ചെന്നാൽ പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലാത്ത എന്നെ എന്തിനാ ഈ പണിക്ക് കൊണ്ടുവരണമെന്ന് ചോദിച്ചു. മനസ്സിലിങ്ങനെ തോർത്തു. ആ ഞാനാണ് ഇപ്പോൾ ഇരിക്കുന്ന 1000 പേരോട് ദൈവത്തിൻ്റെ വചനം പറയാൻ നിൽക്കുന്നത്. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം 2 സാക്ഷ്യങ്ങളാണ്. എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ ജീവിതത്തിൽ വല്ല അത്ഭുതം ഉണ്ടോ എന്നൊരാൾ ചോദിച്ചു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടതും. ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ വയനാട്ടിൽ കാട്ടിക്കിടക്കുന്ന ആൾ. വയനാട് കാഞ്ഞൂർ പോലെ സ്ഥലമല്ല. വയനാട് കാട്ടിക്കിടക്കുന്ന കാട്ടുമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ, കാട്ടുപോത്ത് എല്ലാം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ രീതിയിൽ അതൊക്കെ കണ്ട സാധാരണ രീതിയിലുള്ള എന്നെ ഇതുപോലെ നല്ലൊരു സ്ഥലത്ത് നിർത്തണമെങ്കിൽ നിങ്ങൾ ഓർത്തു, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ദൈവകരമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അതിനേക്കാൾ ശക്തമായിട്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കും, ദൈവം നിങ്ങളെ നയിക്കും. ഈ വചനം വെറുതെ പറഞ്ഞതല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കും. സമയം, ആരോഗ്യം എല്ലാം മാറ്റിവെച്ചിട്ടിരിക്കുന്നവരാണ് എല്ലാവരും. ആരും സമയം ഉണ്ടായിട്ട് വെറുതെ ഒരു ഫിലിം കാണുന്ന പോലെ വന്നിട്ടുള്ളവർ അല്ല. ദൈവത്തോട് സ്നേഹമുള്ളവർ അവിടെ ഇരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു കുഞ്ഞു പോലും ദൈവത്തിൻ്റെ ഒരു പൊടിയോളം അനുഗ്രഹം കിട്ടാതെ ആരും പോകില്ല.
അതുപോലെ ദൈവം ഈ സമൂഹത്തെ, ഈ സ്ഥലത്തെ, ഇവിടുന്ന് വചനം പറയുമ്പോൾ അറിയാം, ഇതിൻ്റെ ഈ മണ്ണിൽ കൂടെ ചവിട്ടി നടന്ന് പ്രാർത്ഥിച്ചവർ അനേകം പ്രാവശ്യം പ്രാർത്ഥിച്ച് ഈ അന്തരീക്ഷത്തിലും ഇവിടെ നിൽക്കുന്ന മരങ്ങൾക്ക് പോലും ഒരാത്മീയമായൊരു ഉണർവുള്ളതാണ്. ഈ മണ്ണിൽ ചവിട്ടുമ്പോഴേ നമ്മുടെ ഹൃദയം ഒരു ആശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതൊരു അഭിഷേകത്തിൻ്റെ നിമിഷമാണ്. ഞാൻ മൈക്കെടുത്ത് പിടിച്ചതുകൊണ്ടോ ഞാൻ വചനം പ്രസംഗിച്ചതുകൊണ്ടോ ഒന്നും അതിലല്ല. ദൈവം ഇവിടെ ജീവനോടെ ഉണ്ട്. 2, എൻ്റെ ഒരു കഴിവുകൊണ്ട് ഇന്ന് വരെ ഒരു അത്ഭുതവും നടന്നിട്ടില്ല. ഞാൻ ദൈവവചനം പ്രസംഗിച്ച സ്ഥലത്ത് വലിയ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടില്ല. പക്ഷേ ദൈവത്തെ അറിയാത്ത ഒരുപാട് പേർ ദൈവത്തെ അറിഞ്ഞതായി എനിക്കറിയാം. ഒരുപാട് പേര് ദൈവത്തിൻ്റെ ആത്മാവിൽ ഉണർന്നെഴുന്നേറ്റതായിട്ട് എനിക്കറിയാം. ഒത്തിരി പേര് തകർന്നു പോകേണ്ടതായിരുന്നു പലപ്പോഴും. പക്ഷെ ജീവനുള്ള വചനം ദൈവം എന്നിലൂടെ അയച്ചത് അനേകം ഹൃദയങ്ങളെ എഴുന്നേൽപ്പിച്ചു. ഒരാൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചു, ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണോ എന്ന്. ഏത് ധ്യാനവും കൈ ഉയർത്തിയുള്ള പ്രാർത്ഥനയും ബുദ്ധിയുള്ളവർക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്നൊരാൾ പറഞ്ഞു. ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതായിരിക്കില്ല. പക്ഷെ ഞാൻ എന്ത് കണ്ടിട്ടുണ്ട്, ആ വ്യക്തിയുടെ അഭിപ്രായ പ്രകാരം ബുദ്ധിയില്ലാത്ത ആളുകൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇനി രക്ഷയില്ല, ഇനി മരിച്ചു പോവുകയുള്ളൂ, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു വിട്ട ആളുകൾ, സാധാരണക്കാർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരാശുപത്രി ചെല്ലുമ്പോൾ മദ്യപിച്ച് കരൾ പോയി ഡോക്ടർ ഉപേക്ഷിച്ച് ശരീരം മുഴുവൻ വീർത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ, ജീവിക്കാൻ ഒത്തിരി കൊതിയുള്ള ഒരു മനുഷ്യന് വേണ്ടി, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു മനുഷ്യൻ പല പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചപ്പം ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഡോക്ടർ പറഞ്ഞാൽ ജീവിച്ചിരിക്കില്ലെന്ന്. സാധാരണക്കാർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം കണ്ടിട്ടുണ്ട്. ബുദ്ധിയുള്ളവർ പറയുമ്പോൾ വലിയൊരു അറിവ് കിട്ടുമായിരിക്കും, ലാംഗ്വേജിൻ്റെ ഭംഗി ചിലപ്പോൾ കുറെ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നമ്മളെപ്പോലെ സാധാരണക്കാർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയാ. ഒന്ന് കരമുയർത്തി സ്വരമുയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചൊരു കാര്യം കൂടി, നമ്മൾ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് എനിക്കെൻ്റെ ആശ്രയം ദൈവം എന്ന് പറയുമ്പം ഇതിന് ഈ ശക്തി പോരാ. എൻ്റെ ഉള്ളിൽ ആ ആശ്രയമാണെങ്കിൽ എൻ്റെ ഈ ഞരമ്പ് പിടയ്ക്കുന്ന വിധത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമാണ് എൻ്റെ ആശ്രയം എന്ന് ചിന്തയുള്ളൊരു വ്യക്തി ഈ ഞരമ്പ് പിടച്ചു വരുന്ന രീതിയിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ കാണാം, ഈ ഞരമ്പുകളൊക്കെ പിടച്ചു വരും. ഇത്രയൊക്കെ ഒച്ചയെടുക്കണമെന്ന് ചോദിക്കും, ഇത്രയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അതേതുകൊണ്ടാണെന്നറിയോ? ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കെൻ്റെ ആശ്രയം. അതുകൊണ്ടാണ് ഈ വചനം, ഇതിനകത്തൊരു വചനം എഴുതിയിട്ടുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അത് നമ്മുടെ വിശ്വാസമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഒരു ഫീലിംഗ് അല്ലിത്, ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പാടാം. ഞാനൊരു സ്ഥലത്ത്, ഞാൻ ദൈവത്തെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ എന്നെ പ്രചോദിപ്പിച്ച കാര്യം പറയട്ടെ. ഒരു സ്ഥലത്ത് ഞാനൊരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു. ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കൊണ്ടുപോയ ആളുകൾ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, രക്ഷപ്പെടില്ല, പ്രാർത്ഥിച്ചാൽ മതി, പുള്ളിക്ക് ഒരു ആശ്വാസമാകും. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മിക്സിയുടെ ഒച്ചയാണ് കേൾക്കുന്നത്. മിക്സിക്കകത്തിട്ട് എന്തോ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കാണുകയാണ്, നമ്മൾ ചോറ് കഴിക്കുന്നവരാണ്, വെന്ത ചോറ് വീണ്ടും മിക്സിക്കകത്തിട്ട് അരച്ച് വെള്ളം പോലെ ആക്കിയിട്ട് ട്യൂബിലൂടെ കൊടുക്കാൻ കൊണ്ടുവരുവാണ്. എൻ്റെ മുന്നിൽ നിന്നാണ് ട്യൂബിൽ കൊടുത്തത്. ഈ വ്യക്തിയുടെ ട്യൂബിലൂടെ ഇത് പോയി മിനിറ്റുകൾ കഴിയുമ്പോൾ അയാൾ 3 മടങ്ങ് ഇങ്ങോട്ട് ഛർദ്ദിക്കുക. കൊടുത്തതാകെ ഇത്രേ ചോറേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ട്യൂബിലൂടെ അരച്ചത്. അത് ചെന്ന് ഉടനെ എൻ്റെ ഡബിൾ എടുത്തടിച്ച് ഛർദ്ദിച്ചു. ഞാൻ അന്നേരം ഓർത്തു, ആരെ? ദൈവമേ, എനിക്ക് തന്ന ആരോഗ്യത്തെ ഞാൻ ഓർത്ത് ദൈവമേ നന്ദി എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് വരെ ചോറ് കഴിക്കുമ്പോൾ ഞാൻ അതിൻ്റെ 4 മടങ്ങ് ഛർദ്ദിച്ചിട്ടില്ല. ദൈവം നൽകിയ അനുഗ്രഹം, ഏത് ഭക്ഷണം കഴിച്ചാലും നമ്മൾ പോലും അറിയാതെ ദഹിച്ചു പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുമ്പോൾ എനിക്കെൻ്റെ ആശ്രയം എൻ്റെ ഈശോയാണ് നമ്മൾ ഒച്ചത്തിൽ പറയും, അത് അഭിഷേകമായി മാറും. വേറൊരു വ്യക്തിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ വ്യക്തി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സാഹചര്യം. ആ വ്യക്തിയുടെ 2 കണ്ണിലും ക്ലിപ്പിട്ടിരിക്കുന്നു. ക്ലിപ്പിടുക എന്ന് പറഞ്ഞാൽ നാഷണൽ പെർമിറ്റ്, ആന്ധ്രാപ്രദേശിൽ നിന്ന് അരി കൊണ്ടിരുന്ന ലോറിയുടെ ഡ്രൈവറാണ്, അതുകൊണ്ട് വീട് നോക്കുന്നയാളാണ്. ആ വ്യക്തിക്ക് എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കൊണ്ടിട്ട് നമ്മുടെ കണ്ണിൻ്റെ അകത്തെ വെള്ളം പറ്റിപ്പോകുന്ന രോഗം, സ്പെഷ്യലായിട്ടൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ ഈ വെള്ളം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. അതുകൊണ്ട് ആ വ്യക്തി പറയുകയാണ്, കണ്ണടയ്ക്കുമ്പോൾ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് കണ്ണിൽ
ബ്ലേഡ് കൊണ്ട് മുറിക്കുന്നതിനേക്കാൾ വേദനയാണ്. അതുകൊണ്ട് കണ്ണ് രാത്രിയും പകലും അടയാതിരിക്കാൻ ഡോക്ടർ പ്രത്യേകതരം ക്ലിപ്പിട്ടിരിക്കുവാണ്. ഏത്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നമ്മൾ ഒരിക്കലും വില കൽപ്പിച്ചിട്ടില്ലാത്ത കുഞ്ഞൊരു അവയവത്തിൻ്റെ കാര്യമായി പറഞ്ഞ് നമ്മൾ അറിയാതെ ഇത് 1000 വട്ടം 10000 വട്ടം ഒരു ദിവസം അടഞ്ഞ് തുറക്കുന്നുണ്ട്. ഈ മനുഷ്യൻ പറയുവാണ്, ഇപ്പോഴാ ഇത് കൺപോളയുടെ വില ഞാൻ അറിഞ്ഞത്. ഇത് വേദന എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന. ഉറങ്ങാൻ പറ്റില്ല ഈ മനുഷ്യന്. രാത്രിയിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് കണ്ണ് അടയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പം അവിടെ വീടില്ലാത്തതുകൊണ്ട് ആളുകൾ താമസിക്കുന്നത്, പാവങ്ങൾ മലയാളികളല്ല, താമസിക്കുന്നത് വലിയ കുഴലിനകത്ത്. ഞാൻ ചിന്തിച്ചു, വാടകയ്ക്കാനുള്ള ഒരു വീടുണ്ടല്ലോ നമുക്കെന്ന്. വാടകയ്ക്കാനുള്ള ഒരു വീടുണ്ട്, കുഴലിനകത്തൊന്നുമല്ല നമ്മൾ താമസിക്കുന്നത്. അതേതോ ഗവൺമെൻറ് കൊണ്ടുപോയി വാട്ടർ അതോറിറ്റി വെള്ളം കൊണ്ടുപോകാനുള്ള പൈപ്പ് ഇട്ടിരിക്കുന്നതിനകത്ത് അത് ഒരു സാരി തുണി കൊണ്ട് മറച്ച് അത് വീടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. നമുക്ക് നല്ലൊരു വീടുണ്ട്, നമ്മൾ നന്ദി പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ നോക്കാൻ തുടങ്ങിയാൽ എത്ര വിശ്വാസമില്ലാത്തവനും പറയും, ദൈവമേ 1000 നന്ദിന്ന് പറഞ്ഞ് ഹല്ലേലൂയാ ഹല്ലേലൂയാ, എനിക്കെൻ്റെ ആശ്രയം ഈശോയാണ്, ഒരു കുറവും വരില്ല. ഈ ദൈവവചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ളൊരു കാരണം എന്നറിയാമോ? ഒരു മനുഷ്യൻ 3 വർഷം മുമ്പ് പരിചയപ്പെട്ട ഒരാൾ, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവൻ, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 3 മക്കളുമുണ്ട്. ആകെ ഒരു വീട്ടിലൊരു പശു, ഒരു 3-4 ലിറ്റർ 5 ലിറ്റർ പാല് മിൽമേ കൊടുക്കുന്ന ഒരു വരുമാനം, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന വരുമാനം നമ്മളെല്ലാം സാധാരണയായിട്ട് കാണും. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറയാണ്, അച്ഛാ, ഞാനൊരു മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്. ഞാൻ മനസ്സ് വിഷമിച്ചിരിക്കാൻ പറയാൻ കാരണം, എനിക്ക് ദൈവവചനം പ്രസംഗിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നിയൊരു സമയമുണ്ട്. എന്തിനാ ഇങ്ങനെ വചനം പ്രസംഗിക്കുന്നത്? ഇത്ര റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, സാധാരണ പോലെയൊക്കെ പോയാൽ മതി, ചെറിയ പള്ളിയിലൊക്കെ ധ്യാനം മതി, ഇത്ര റിസ്ക് ഒന്നും എടുക്കേണ്ടത്. എനിക്ക് എൻ്റെ എൻ്റെ ബുദ്ധിയിൽ എനിക്കൊരു വിഷമം തോന്നിയപ്പം, ഞാനൊരു പൊട്ടച്ചിന്ത ചിന്തിച്ചപ്പം ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഒരു ഭാര്യ വിളിച്ചിട്ട് പറയാണ്, അച്ഛാ, 3 വർഷം മുമ്പ് ഞങ്ങളവിടെ വന്നായിരുന്നു. അച്ഛനിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടതുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മണ്ണോട് മണ്ണായേനെ. ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നത് എനിക്ക് വേണോ വേണ്ടയോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന മറുപടിയോ ഒന്ന്. രണ്ടാമത് ദൈവവചനം പ്രസംഗിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സ്, ഒരു അമ്മ ഒരു 12 വയസ്സോളം പ്രായമുള്ള ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഈ അമ്മ ഈ കൊച്ചിൻ്റെ പാൻസ് ഇങ്ങനെ പൊക്കിച്ചു. എന്നിട്ട് കാലിൻ്റെ മുട്ടിലെ നീര് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ദൈവവചന പ്രഘോഷണം വിജയിക്കാൻ വേണ്ടി ഇവ മുട്ടേ നിന്നിട്ട് ഇവൻ്റെ കാലെ നീരാന്ന്. ഇവൻ്റെ കാലം അത് 12 വയസ്സ് 13 വയസ്സോ പ്രായമുള്ള ഒരു ആൺകുട്ടിയാണ്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇതുപോലെ മുട്ടേ നിൽക്കുമെന്ന്. ഇവൻ്റെ അമ്മ പറഞ്ഞു മുട്ടേ നിൽക്കുമെന്നും വേണ്ടെന്ന്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അറിയാത്ത ആളുകൾ എനിക്ക് വേണ്ടി, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള എൻ്റെ ധൈര്യവും എൻ്റെ ശക്തിയും ഇതുപോലുള്ള ഒരുപാട് നല്ല സ്നേഹിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയാണ്. എനിക്കെൻ്റെ ആശ്രയം ഈശോയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് നഷ്ടമല്ല. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, ഇതിൻ്റെ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളെ വല്ലാണ്ട് തൊടും. കാരണം ദൈവവചനത്തിന്റെ 2 സൈഡിലും മൂർച്ചയാണെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവവചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? അതെങ്ങനെ ചെന്നാലും എവിടെയേലും തൊടും. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളെ തൊടാൻ പരിശുദ്ധാത്മാവിവിടെ പ്രവർത്തിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, ഒരുപക്ഷെ സമയവും ആരോഗ്യവും എല്ലാം മാറ്റിവെച്ച്, സമ്പത്ത് മാറ്റിവെച്ച്, എല്ലാം മാറ്റിവെച്ച് ഈ ഒരു ഗ്രൗണ്ടിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ പറയണം, എനിക്കെന്റെ ആശ്രയം ഈശോയാണ്. വചനം പഠിപ്പിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുന്നു. അത് നുണയല്ല, അത് യാഥാർത്ഥ്യമാണ്, ഒരാത്മീയ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന്റെ വചനം കേൾക്കാൻ പറ്റുന്നില്ല, ഇഷ്ടമില്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സമയം മുഴുവൻ പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്തെ ഏറ്റെടുത്ത് അഭിഷേകം നിറയ്ക്കട്ടെ. ഒരു കുഞ്ഞു പോലും അഭിഷേകത്തിന്റെ നിറവില്ലാതെ ഇവിടുന്ന് പോകുകയില്ല. ശക്തമായി ദൈവം ഏറ്റെടുക്കും. 2 കരങ്ങളും ഉയർത്തി ഉയർന്ന സ്വരത്തിൽ ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇടപെടാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നിറയാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നിറയണം. എനിക്കെന്റെ ആശ്രയം ഈശോയാണ്. ശക്തിയോടെ ഇരുകരങ്ങളും അടിച്ച് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ്
എനിക്ക് എന്റെ ആശ്രയം ഈശോയാണ്. പറയാൻ വേണ്ടിയല്ല, പ്രാർത്ഥനയോടെ. ഇത് അഭിഷേകമാണ്, ഇത് കൃപയുടെ മണിക്കൂറാണ്. ദൈവം തിരഞ്ഞെടുത്ത സമയമാണ്, ദൈവം തിരഞ്ഞെടുത്ത മണിക്കൂറാണ്. സന്തോഷിക്കേണ്ട സമയമാണ്. ദൈവകൃപ ഒരു നദി പോലെ ഒഴുകുന്ന സമയമാണ്. കരമടിച്ച് ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ചേർന്ന് പാടാമോ? ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, കാരണം യേശു മതിയായവൻ. ശക്തിയോടെ കരമടിച്ച് എന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം, യേശു മതിയായ. കരമുയർത്തി അടിച്ച് യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. പാടാമോ? യേശു മതി, തൻഹിതം മതി, ജീവൻ മതി എനിക്ക്. ഒരിക്കൽ കൂടി യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ശക്തിയോടെ യേശു മതി, വചനാഭിഷേകം മതി, ജീവൻ മതി എനിക്ക്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്വരമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടട്ടെ, ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. യേശുവേ, കാക്കയെ അയച്ച് ആഹാരം തരുന്ന ദൈവം, കരങ്ങളെ താഴ്ത്തിയടിച്ച് കാക്കയെ അയച്ച് ഏലിയ പ്രവാചകനെ കരുതിയ ദൈവം. നമ്മുടെ ദൈവത്തിന്റെ പേരാണ് നമ്മെ കരുതുന്ന ദൈവം. പാടാം. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, കാരണം യേശു മതിയായവൻ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. കാക്കയെ അയച്ചാഹാരം ശക്തിയോടെ ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, കാരണം യേശു മതിയായ. കരങ്ങൾ ഉയർത്തി അടിച്ച് യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കരങ്ങൾ താഴ്ത്തി അടിച്ചു പാടാമോ? കർത്താവേ, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ വചന മണിക്കൂർ അഭിഷേകത്തിന്റെയും കൃപയുടെയും മണിക്കൂറാകട്ടെ. ചേർന്ന് പാടാം. ശക്തിയോടെ കരമടിച്ച് നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും, നിന്ന നാളുകൾ തീർത്തു തരും, കാരണം യേശു മതിയായവൻ. ഒരിക്കൽ കൂടി പാടാമോ? ശാപത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും, നിന്ന നാളുകൾ തീർത്തു തരും, കാരണം യേശു മതിയായ. കരമുയർത്തി അടിച്ചാമോ? യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. പാടാം. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. പാടിക്കേ. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ചേർന്നൊരുമിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ചു പാടാം. കരങ്ങളെ അടിച്ച് എല്ലാവരും ചേർന്ന് ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായുറങ്ങുവാൻ കൃപ തന്നിടും, കാരണം യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായുറങ്ങുവാൻ കൃപ തന്നിടും, കാരണം
യേശു മതിയായവൻ. കരങ്ങൾ ഉയർത്തി അടിച്ച് ഒരുമിച്ച് പാടുന്നു. യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഒരുമിച്ച് യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. കരങ്ങൾ താഴ്ത്തി അടിച്ച് സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ഹൃദയത്തോട് ചേർത്ത് സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, യേശു മതി, സംഗീതം മതി, സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ സ്നേഹം മതി, നിത്യജീവൻ മതി എനിക്ക്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ കൺവെൻഷൻ്റെ പന്തലിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്, ദൈവം സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ കർത്താവേ, അയോഗ്യനായ എന്നിലൂടെ പറയുന്ന വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ അതൊരു അഭിഷേകമാക്കി പരിശുദ്ധാത്മാവെ മാറ്റണമേ. പറയുന്ന വചനങ്ങൾ അവരുടെ ഹൃദയമാകുന്ന പലകയിൽ എഴുതി വെക്കാൻ പരിശുദ്ധാത്മാവെ അവരെ സഹായിക്കണമേ. ഒരു വചനമെങ്കിലും ഈ ഒരു ദിവസം ഹൃദയത്തിൽ അങ്ങ് എഴുതി തരണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.